പഞ്ചായത്തിനെയും നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് നടപ്പാത വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. MC റോഡിൽ തിരക്കുള്ള പത്തനംതിട്ട പന്തളം പാലത്തിനാണ് നടപ്പാത ഇല്ലാത്തതിനാൽ കാൽനട യാത്ര ചെയ്യേണ്ടത് ദുരവസ്ഥയുള്ളത്. പന്തളം പാലം നിലകൊള്ളുന്നത് MC റോഡിൽ അച്ചൻകോവിലാറിന് കുറുകെയാണ്. പന്തളം നഗരസഭയെയും കുളനട ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഈ പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് 1989 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന TK ഹംസയാണ്. ഇരുദിശകളിൽ നിന്ന് വാഹനങ്ങളെത്തുമ്പോൾ കാൽനട യാത്രക്കാർക്ക് അതൊരു അപകട ഭീഷണിയാണ്. പന്തളം പാലം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം വീതി കുറവാണ്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒരു റോഡിൽ കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ പരിഗണന എന്നിരിക്കെ യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. പന്തളത്ത് അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നിറയെ വെള്ളക്കെട്ടുകളാണ്, പലപ്പോഴും ഗട്ടറുകളാണ്, പലപ്പോഴും സ്കൂട്ടർ യാത്രികരൊക്കെ വന്ന് അതിൽ വീണ് അപകടം പറ്റാറുണ്ട്. ഏറെ തിരക്കനുഭവപ്പെടുന്ന പാലത്തിൽ ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രമാണ് ഗതാഗതം ക്രമീകരിക്കാനായി അധികാരികൾ ഇവിടെ എത്താറുള്ളത്. വഴിവിളക്കുകൾ ഇല്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമായി മാറുന്നു. കൂടാതെ പാലത്തിൽ കുഴികളും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു പാലമാണിത്. സന്ധ്യയായി കഴിഞ്ഞാൽ ഈ പാലത്തിൽ വെട്ടമില്ല. ആകപ്പാടെ മണ്ഡല മകരവിളക്ക് സമയത്ത് തെളിയിക്കുന്ന ആ വെളിച്ചം മാത്രമേ ഉള്ളൂ ഈ പാലത്തിൽ. ഈ പാലത്തിന് നേരെ അക്കരെ ചെന്ന് കഴിയുമ്പോൾ 2 കൊച്ചു പോക്കറ്റ് വഴി വരുന്നുണ്ട്. ആ വഴി കൂടെ കയറി വരുന്ന വാഹനങ്ങൾ, MC റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾ കാണാത്ത രീതിയിൽ ഒരുപാട് അപകടങ്ങൾ നടന്നു. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ 2-3 ജീവൻ വരെ ഈ പാലത്തിൽ പൊലിഞ്ഞതാണ്. പന്തളം പാലത്തിന് സമാന്തരമായി ഒരു പാലം വേണമെന്നതാണ് പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ ആവശ്യം. പേരിന് മാത്രം വലിയ പാലമെന്നറിയപ്പെടുന്ന ഈ പാലം വീതി കൂട്ടി നടപ്പാത ഉൾപ്പെടെ പണിയുകയോ പുതിയ പാലം നിർമ്മിക്കുകയോ ചെയ്യണം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.